നമ്മുടെ തിരുവനന്തപുരം കോർപ്പറേഷനിലെ വാഴോട്ടുകോണം ഡിവിഷനിലെ കൗൺസിലർ ആർ സുഗതനെ കഴിഞ്ഞ ദിവസം പോലീസ് വെടിവെച്ച് പിടിച്ചല്ലോ. ഈ വെടിവെച്ച് പിടിച്ച കൗൺസിലർ, വെടിവെച്ച് പിടിക്കുക എന്ന് പറഞ്ഞാൽ ഈ മയക്കുവെടി വെച്ച് പിടിച്ചു എന്നൊക്കെ പറയുന്ന പോലെയാണ്. അദ്ദേഹം താഴെ അദ്ദേഹം കുടുങ്ങി എന്നാണ് പറയുന്നത്. എന്താണെങ്കിലും അതിനെതിരെ BJP ശക്തമായ പ്രതിഷേധവുമായിട്ട് രംഗത്ത് വന്നിട്ടുണ്ട്. ഒന്ന്, അദ്ദേഹത്തെ കാപ്പ കേസിൽ കുടുക്കി എന്നുള്ളതാണ്. മറ്റൊന്ന്, അയാളുടെ കൗൺസിലർ സ്ഥാനം തെറിപ്പിച്ചതിന് ശേഷം നഗരസഭയുടെ ഭരണം പിടിക്കാൻ LDFും UDFും കൂടെ ഒന്നിച്ച് ശ്രമിക്കുന്നു. അങ്ങനെയാണ് ഇപ്പോൾ BJP വൃത്തങ്ങൾ പറയുന്നത്. അവരങ്ങനെ ഒരു ആരോപണം ഉന്നയിക്കുകയാണ്. ഗുരുതരമായ ആരോപണമാണ് അത്. കാരണം നമുക്കറിയാം, ഒരു വോട്ടിൻ്റെ ഒരു അംഗത്തിൻ്റെ ഭൂരിപക്ഷത്തിലാണ് കോർപ്പറേഷൻ. അത് നമ്മുടെ രാധാകൃഷ്ണന്റെ നമ്മുടെ M രാധാകൃഷ്ണൻ പ്രസ് ക്ലബിന്റെ പ്രസിഡന്റ് രാധാകൃഷ്ണൻ. അപ്പം ഇതിനകത്തെ ഒരു വസ്തുത BJP പറയുന്നതിൽ കാര്യമില്ലാതില്ല. ഒരു കാര്യമുണ്ട്. കാരണം സാങ്കേതികമായ കാരണങ്ങളുണ്ട്. കാരണം നമുക്ക് ഏത് ഒരു സംഘടനയായാലും ഇതുപോലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളായാലും തുടർച്ചയായ 3 കൗൺസിൽ യോഗങ്ങളിൽ പങ്കെടുത്തില്ലെങ്കിൽ, മുൻകൂട്ടി അറിയിപ്പില്ലാതെ പങ്കെടുത്തില്ലെങ്കിൽ ഇവരെ അയോഗ്യരാക്കാം എന്ന് ജനപ്രാതിനിധ്യ നിയമത്തിൽ വകുപ്പുണ്ട്. അങ്ങനെ നേരത്തെ തൃക്കാക്കരയിൽ കുറെ കൗൺസിലർമാരെ അയോഗ്യരാക്കിയിരുന്നു. അതുതന്നെ നമ്മുടെ പഞ്ചായത്തുകളിലൊക്കെ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഈ അവധിയെടുക്കാതെ വിദേശത്ത് പോകുന്ന പഞ്ചായത്ത് അംഗങ്ങളെ ഇതുപോലെ അയോഗ്യത കൽപ്പിക്കാറുണ്ട്. അങ്ങനെയൊക്കെയുള്ള ഒരു സംഭവമുണ്ട്. അപ്പോൾ ആ ഒരു പിടിവള്ളിയിലൂടെ ഇദ്ദേഹത്തെ പുറത്താക്കിക്കൊണ്ട് അദ്ദേഹത്തെ കൗൺസിൽ സ്ഥാനം തെറിപ്പിച്ചുകൊണ്ട് വീണ്ടും ഭരണം പിടിക്കാനുള്ള ഒരു നീക്കം നടക്കുന്നു എന്നാണ് ഇപ്പോൾ പറയുന്നത്. എന്നാണ് BJP അവരെ 2 ശത്രുക്കളുണ്ടല്ലോ, LDF UDF അവരുടെ ശത്രുക്കളായതുകൊണ്ട് തന്നെ അവർ ആരോപിക്കുന്ന ഇവരുടെ കൂടെ ഒരുമിച്ച് നിന്നുകൊണ്ട് ഈ പരിപാടി ചെയ്യുന്നു എന്നാണ്. കാരണം ഈ സംഭവത്തെക്കുറിച്ച് അല്ലെങ്കിൽ ഈ വെടിവെച്ച് പിടിക്കുന്നതിനെക്കുറിച്ചും തന്നെ LDF കൃത്യമായി പ്രതികരിക്കുന്നൊന്നും ഇല്ല എന്നുള്ള ഒരു കാര്യം അവർ ചൂണ്ടിക്കാട്ടുന്നുണ്ട് BJP നേതാക്കന്മാർ. അതുപോലെ VV രാജേഷിനെ എങ്ങനെയും അധികാരത്തിൽ നിന്ന് പുറത്തിയാടിക്കണം എന്നൊരു നീക്കമാണ്. എന്താണെങ്കിലും ഈ വാഴോട്ടുകോണത്ത് നടന്ന സംഭവങ്ങൾ, ഈ അദ്ദേഹത്തിൻ്റെ സുഗതൻ്റെ വീട്ടിൽ നടന്ന സംഭവങ്ങൾ, സുഗതന് കുറച്ച് മിസ്റ്റേക്കുകൾ പറ്റിയിട്ടുണ്ട് എന്ന് തോന്നുന്നു. കാരണം സുഗതന് അവിടെ CPMനെതിരെ ശക്തമായ നിലപാട് സ്വീകരിച്ച ഒരാളാണ്. അതെ. അപ്പോൾ ഈ അവിടുത്തെ ക്ഷേത്രത്തിലെ ഉത്സവവുമായിട്ട് ബന്ധപ്പെട്ടത് പ്രശ്നങ്ങൾ നമുക്കറിയാം. അത് അന്നൊരു വലിയ സംഭവമായി മാറിയിരുന്നു ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ അതിൽ പ്രശാന്ത് എന്ന് പറഞ്ഞൊരു പ്രവർത്തകനെ ഇയാൾ വെട്ടിക്കൊല്ലാൻ ശ്രമിച്ചു എന്നുള്ളതാണ് കേസ്. പിന്നെ മാത്രമല്ല CPMന്റെ എല്ലാവിധ പ്രവർത്തനങ്ങൾക്കും എതിരെ ശക്തമായ ഒരു ബദൽ കൊണ്ടുവന്ന ആളാണ്. മാത്രമല്ല അയാൾ കോടതിയെ സമീപിച്ചിരുന്നു ഈ കാര്യത്തിൽ. നോട്ട് അറസ്റ്റിന് കൊടുത്തിരുന്നു. പക്ഷെ അതിന് മുമ്പ് കോടതി അക്കാര്യം പരിഗണിക്കുന്നതിന് മുമ്പ് തന്നെ അവർ ഈ വെടിവെപ്പ് നടത്തി പിടിച്ചോണ്ട് പോയി എന്നാണ് ഇപ്പോൾ BJP വൃത്തങ്ങൾ ആരോപിക്കുന്നത്. മുമ്പ് ഇദ്ദേഹം കാപ്പ കേസിൽ പ്രതിയായിരുന്നു. അതാണൊരു ചോദ്യം. BJPക്കാർ പറയുന്നത് അങ്ങനെ ആയിരുന്നില്ല എന്നാണ്. നേരത്തെ കേസുണ്ടായിരുന്നു, പക്ഷേ കാപ്പ കേസ് പ്രതി ആയിരുന്നില്ല എന്ന് BJPക്കാർ പറയുന്നു. പക്ഷേ കോൺഗ്രസ്സുകാരും CPM അങ്ങനെ അല്ലെങ്കിൽ കാപ്പ കേസിൽ പ്രതി ആയിരുന്നു എന്ന് തന്നെയാണ് അവർ തർക്കിച്ച് പറയുന്നത്. ഇതെല്ലാം മാധ്യമങ്ങളും പറയുന്നത് അദ്ദേഹം നേരത്തെ കാപ്പ കേസിൽ പ്രതിയായിരുന്നു. അതിൻ്റെ യാഥാർത്ഥ്യം എന്താണെന്നതിനെ കുറിച്ച് ഇപ്പോഴും നമുക്ക് വ്യക്തതയില്ല. ഇപ്പം എന്തായാലും ഈ കാപ്പ കേസ് ചുമത്തിയിരിക്കുന്നു അദ്ദേഹം അറിഞ്ഞിരുന്നു. അദ്ദേഹത്തെ അറിയിക്കുക, സാധാരണ കാപ്പ കേസ് ഇഷ്യൂ ചെയ്യുമ്പോൾ, നോട്ടീസ് ഇഷ്യൂ ചെയ്യുമ്പോൾ കാപ്പ നടപ്പിലാക്കുക എന്ന് പറയും. അത് 2 തരത്തിലുണ്ട്. ഒന്ന്, ഇവരെ കരുതൽ തടങ്കലിലാക്കും. ആദ്യം നല്ല നടപ്പിന് വാൺ ചെയ്യും. അതിനുശേഷം അതിൻ്റെ ചട്ടങ്ങൾ ലംഘിക്കുമ്പം കരുതൽ തടങ്കലിലാക്കുന്ന ഒന്നി സെൻട്രൽ ജയിലിലോട്ട് കൊണ്ടുപോകും. ഇനി മറ്റു ചിലരെയുണ്ട് ജില്ലയിൽ പ്രവേശിക്കുന്നതിന്. അതാണ് കൂടുതൽ പേരെ കാര്യത്തിൽ ഇത്തരം ഗുണ്ട ബാക്ക്ഗ്രൗണ്ട് ഉള്ള ആളെ സംബന്ധിച്ചിടത്തോളം ജില്ലയിൽ പ്രവേശിക്കാൻ പാടില്ല അങ്ങനെ ഇങ്ങനെ ഈ തിരുവനന്തപുരം ജില്ല ആയതുകൊണ്ട് ഇങ്ങനെ ജില്ലയിൽ പ്രവേശിക്കുന്നതിന് 1 വർഷത്തേക്കൊക്കെ വിലക്കിയാൽ ഇച്ചിരി ബുദ്ധിമുട്ടും. നമ്മുടെ പത്തനംതിട്ട ജില്ലയിലൊക്കെ ഈ ജില്ലയിൽ പ്രവേശിക്കുന്നതിന് വിലക്കുന്നവന് ഏറ്റവും എളുപ്പം എന്താണെന്നറിയോ, അവൻ ജില്ലയുടെ അതിർത്തിയിൽ പോയി താമസിക്കും. അപ്പോൾ അവൻ്റെ ഇപ്പോൾ തിരുവല്ലക്കാരനൊരു കാപ്പ കേസ് പ്രതിയെ ജില്ലയിൽ പ്രവേശിക്കുന്നതിന് വിലക്കുക. തിരുവല്ല എന്നൊരു 5 കിലോമീറ്റർ ചങ്ങനാശ്ശേരി റൂട്ടിൽ പോയാൽ ഒന്ന് ആലപ്പുഴയില്ലേ ഒരു സൈഡ്, അങ്ങേ സൈഡ് കോട്ടയം ജില്ല. യുവമാർ അവിടെ തന്നെ താമസിക്കും. ഏതാ ഈ തൊട്ടടുത്ത് ചേർന്ന് ഈ ബോർഡർ ലൈനിൻ്റെ അപ്പുറത്ത് പോയി അവർ താമസിക്കും. എന്നിട്ട് യുവമാർക്ക് വേണ്ടപ്പോഴെല്ലാം യുവമാർ തിരുവല്ല വരും പോവും. താമസിക്കുന്നത് എവിടാന്ന് ചോദിച്ചാൽ ജില്ലയിലാണ്. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പം ഈ കക്ഷികളെയൊക്കെ വീണ്ടും ഈ കഞ്ചാവും ഒക്കെ ആയിട്ട് ഇവിടെ വെച്ച് പിടിക്കും, അല്ലെങ്കിൽ വണ്ടി കൊണ്ടിടിക്കുവോ, അങ്ങനെ വാഹനാപകടം എന്തെങ്കിലും ആയിട്ട് വരും. പിന്നെ ഇവന്മാരെ പിടിച്ചിട്ട് നേരെ കാപ്പ ലംഘിച്ചതിന് അടുത്ത കേസെടുത്ത് ഇവന്മാരെ ഇറങ്ങി മാറ്റി. അങ്ങനെയാണ് ഇറങ്ങി. കാപ്പയൊന്നും ഇന്നത്തെ കാലത്ത് വലിയ കോമഡിയാണ് ഈ കാപ്പ എന്ന് പറയുന്നത്. കാപ്പ ഇപ്പോൾ ഈ ഏറ്റവും കൂടുതൽ രാഷ്ട്രീയപരമായിട്ട് കാപ്പ ചുമത്തിക്കൊണ്ടിരുന്ന സർക്കാരാണ് കഴിഞ്ഞ പിണറായി സർക്കാർ. അത് ആ സമയത്ത് അവർക്ക് തോന്നുന്നവരെ അവരെ കാപ്പ ചുമത്തി. ഇപ്പോൾ പാർട്ടിക്കാർ വിളിച്ചോളൂ, അവനെ പിടിച്ച് കാപ്പ ചുമത്തി അകത്തിട്ടേക്കാൻ പറയും.
അങ്ങനെ ഇട്ട ആൾക്കാരൊക്കെ നമ്മുടെ പത്തനംതിട്ട ജില്ലയിലുണ്ട്. നമ്മുടെ മറുനാടനെ തെറിയൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കുന്ന ഒരു ചങ്ങാതി ഇതുപോലെ കാപ്പ ചുമത്തി അകത്തിട്ടതാണ്. ഇത്തരം കേസിലെ പ്രതികൾ കുറെ പേര് CPM-ൽ പിന്നെ ചേർന്നതും വാർത്തയായിരുന്നല്ലോ, ഇത്തരം ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഒരുപാട് അല്ല, ആളുകൾ. ഇവരെ ഈ കാപ്പയിൽ ചുമത്തിയത് CPM-കാരാണ്. അതെ, എന്നിട്ട് ഇവരെല്ലാം പിന്നെ ഈ കാപ്പ കോടതിയുണ്ട് വേറെ ഈ എറണാകുളത്ത്. ഓക്കെ, പ്രത്യേക കോടതിയാണ് ഉണ്ട് കാപ്പയ്ക്ക്. ഉണ്ട്. അതിന് അവിടെ ചെന്നിട്ട് അവര് അപ്പീൽ കൊടുത്തു കഴിയുമ്പോൾ അവര് ഈ എനിക്ക് തോന്നുന്നു പത്തനംതിട്ട ജില്ല ചുമത്തിയ ഒരു 10ഓളം കാപ്പ കേസിൽ 2-3 പേരെ കാപ്പയിൽ നിന്ന് ഒഴിവാക്കി വിട്ടു. അതുപോലെ ഈ തിരുവനന്തപുരത്തെ ഈ കൗൺസിലറെ തന്നെ വിയ്യൂർ കൊണ്ടുപോകാൻ പോകുന്നൊക്കെ പറഞ്ഞൊരു വാർത്തയും നമ്മൾ നേരത്തെ കണ്ടിരുന്നു. വിയ്യൂർ സെൻട്രലിലേക്ക് തിരുവനന്തപുരത്ത് ഇപ്പോൾ പൂജപ്പുരയിൽ നിന്ന് വിയ്യൂരത്തേക്ക് മാറ്റാനെന്തോ മാറ്റിയൊന്നോ മാറ്റാൻ നീക്കം നടക്കുന്നുണ്ടെന്നൊക്കെ പറയപ്പെടുന്നുണ്ട്. അങ്ങനെ നമ്മുടെ പല സുഹൃത്തുക്കളും പറയുന്നുണ്ടായിരുന്നു, മാധ്യമ സുഹൃത്തുക്കൾ. ഈ വെടിവെച്ചവരെ ഇദ്ദേഹം അഭിനന്ദിച്ചിരിക്കുകയാണ്. ആരാ? ഈ രമേശ് ചെന്നിത്തല. രമേശ് ചെന്നിത്തല. അപ്പോൾ അതിനെ നമ്മുടെ CPM അഭിനന്ദിച്ചിട്ടുണ്ട്. CPM-കാരും അഭിനന്ദിക്കുന്നുണ്ട്. ഇത് ഒരു CPM-കാരൻ്റെ വീട്ടിൽ ചെന്നായിരുന്നു വെടി വെച്ചിരുന്നത്. എന്നാൽ പിന്നെ വെടിച്ച് കൊല്ലാൻ നോക്കി തന്നെ പറഞ്ഞു തന്നെ അടുത്ത എല്ലാ സർക്കാർ വരുമ്പോൾ അവൻ്റെ അന്വേഷിച്ച് കണ്ടുപിടിച്ച് അവൻ്റെ കൊലക്കുറ്റത്തിന് കേസ്. എങ്കിലും അപ്പം നമ്മളിപ്പോൾ ഇവിടെ പറഞ്ഞതിനും മുണ്ടുടുത്ത സംഘിയായിട്ടുള്ള രമേശ് ചെന്നിത്തല യോഗിക്ക് പഠിക്കുകയാണെന്ന് പറഞ്ഞു. ഇപ്പം യോഗി എന്ന് പറയുമ്പോൾ ഇവർക്ക് ഭയങ്കര പുച്ഛമാണെങ്കിലും ഈ അയ്യപ്പ സംഗമം പോലുള്ള പരിപാടിക്ക് അദ്ദേഹത്തെ സന്ദേശം എഴുതി വാങ്ങിച്ചു അദ്ദേഹത്തിൻ്റെ ഒരു ആശംസ. അതാ അദ്ദേഹത്തെ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിൽ വലിയ സന്തോഷമാണ്. അപ്പം എന്താണെങ്കിലും ഇപ്പം ഈ സുഗതൻ്റെ വീട്ടിൽ പോലീസ് അഴിഞ്ഞാടി, സുഗതൻ്റെ വീട്ടിൽ സുഗതൻ്റെ ഭാര്യയും മക്കളെയും മർദ്ദിച്ചു, ഭാര്യയുടെ കെട്ടുതാലി പൊട്ടിച്ചു എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷെ ഇവരുടെയൊക്കെ അവകാശം അത് സുഗതൻ ഒളിവിൽ പോയിട്ടില്ല. സുഗതൻ ചിക്കൻ ബോക്സ് ബാധിച്ചതിൻ്റെ മെഡിക്കൽ സർട്ടിഫിക്കറ്റ്സ് തരും, തനിക്ക് ചികിത്സ ആവശ്യമുണ്ടെന്ന്, അതുകൊണ്ട് തനിക്ക് നോട്ട് അറസ്റ്റ് തരണമെന്ന് പറഞ്ഞ് കോടതിയെ സമീപിക്കും. കോടതി അത് അനുവദിക്കുകയും ചെയ്തു എന്ന് പറയുന്നുണ്ട്. നമുക്ക് അതിനെക്കുറിച്ച് വ്യക്തമായ വിവരമില്ലേ. സുഗുണൻ്റെ ആരാധകരായിട്ടുള്ള ആൾക്കാരൊക്കെ ഇങ്ങനെയാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ആളെയാണ് പിടികൂടിയത്. പോലീസിൻ്റെ നരനായട്ടെന്ന് പറയാൻ പറ്റില്ല, പോലീസിൻ്റെ അക്രമം നിർഭാഗ്യവശാൽ സുഗതൻ്റെ വീട്ടിലെ ക്യാമറയിൽ പതിഞ്ഞില്ല. അത് സുഗതൻ്റെ തന്നെ കുഴപ്പമാണ്. സുഗതൻ ഒളിവിൽ പോവുകയും വരികയും ചെയ്യുന്ന ആളായിരുന്നല്ലോ. ഈ 2 മാസമായിട്ട് അദ്ദേഹം ഒളിവിലാണ്. അപ്പോൾ അദ്ദേഹം വീട്ടിലോട്ട് പമ്മി പതുങ്ങി വരുന്ന സമയത്ത് ക്യാമറ ഓഫ് ചെയ്യും. ഇത് അങ്ങനെ ക്യാമറ ഓഫ് ചെയ്ത സമയത്താണ് ഇദ്ദേഹത്തെ പോലീസ് പിടിക്കുന്നത്. അപ്പോൾ ഈ ക്യാമറ ഓഫ് ആയത് കാരണം ഇതൊന്നും ക്യാച്ച് ചെയ്തിട്ടില്ല, അതിനകത്ത് വന്നിട്ടില്ല. അപ്പോൾ എനിക്കൊന്ന് മാർച്ച് മെയ് മാർച്ചിലാണ് ഈ പ്രശ്നം ഉണ്ടാകുന്നത് തോന്നുന്നു. അപ്പോൾ അന്നത്തെ 2 കൗൺസിൽ യോഗങ്ങൾ, അതിനുശേഷം നടന്ന 2 കൗൺസിൽ യോഗങ്ങൾ സുഗതൻ ഒളിവിലായതിന് കാരണം അല്ലെങ്കിൽ ചിലപ്പോൾ ചിക്കൻ ബോക്സ് ആയതുകൊണ്ട്. പക്ഷെ അത് ഔദ്യോഗികം അറിയിച്ചിട്ടില്ല എന്ന് തന്നെയാണ് തോന്നുന്നത്. സാധാരണ പങ്കെടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഔദ്യോഗികം അറിയിക്കാമല്ലോ. ഇനി 3ാമത്തെ മീറ്റിങ്ങിന് അതേ ഇതാണ് അവസ്ഥ, അറിയിക്കാനും പറ്റില്ലല്ലോ. അതെ, ഔദ്യോഗികമായിട്ട് അറിയിക്കാന്ന് പറഞ്ഞാൽ ഇനിയിപ്പം അല്ലെങ്കിൽ ചെയ്യാവുന്ന സുഗതന് ജാമ്യം കിട്ടുന്നവരെ കാത്തു നിന്ന് അടുത്ത കൗൺസിൽ യോഗം വിളിക്കേണ്ടി വരും. പക്ഷേ കൗൺസിലിൻ്റെ ഇത് നഗരസഭാ കോർപ്പറേഷൻ സെക്രട്ടറി ആണല്ലോ ഇതിന് നോട്ടീസ് കൊടുക്കുന്നത്. അത് അജണ്ട നിശ്ചയിച്ച് അംഗങ്ങൾക്ക് നോട്ടീസ് കൊടുക്കുന്നത് സെക്രട്ടറിയാണ്. അപ്പോൾ അവരങ്ങ് തീരുമാനിക്കുകയാണ് നോട്ടീസ് കൊടുക്കാൻ. അപ്പോൾ ഒരു പക്ഷേ നമ്മുടെ മേയർ ആവശ്യപ്പെടുകയാണ് കൊടുക്കരുതെന്ന് പറഞ്ഞാൽ ഇവർക്ക് കൊടുക്കാൻ പറ്റും. അവരാണ് കൊടുക്കുന്നത്. കൊടുത്തു കഴിഞ്ഞാൽ അന്നേരം ആ സമയത്ത് പിന്നെ ജയിലിൽ പോയി. ശരിക്കും പറഞ്ഞാൽ നമുക്ക് നിസ്സാരമായി കാണാൻ കഴിയുകയില്ല. BJP സംബന്ധിച്ചിടത്തോളം അവരവർ ജീവൻ മരണ പോരാട്ടത്തിൻ്റെ ഒരു വേദി ഒരുങ്ങുന്നത്. കാരണം അവർക്ക് ആപ്പാടെ കേരളത്തിലുള്ള ഒരു മേയറാണ് ആദ്യമായിട്ട് കിട്ടിയത്, തലസ്ഥാന നഗരത്തിൻ്റെ മേയർ സ്ഥാനം കിട്ടിയതാണ്, ഭരണം കിട്ടിയതാണ് അവർക്ക്. അപ്പോൾ അങ്ങനെയുള്ളൊരവസ്ഥയിൽ ഈ ഒരാളിൻ്റെ പിന്നെ അയോഗ്യനായിപ്പെട്ടാൽ ഇനി ബൈ ഇലക്ഷൻ നടത്താൻ എത്ര സമയം എടുക്കും? അതെല്ലാം കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും ഇന്ത്യ ഒട്ടാകെ ശ്രദ്ധിക്കപ്പെട്ട ഒരു മേയർഷിപ്പാണിത്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ കേരളം പോലൊരു സംസ്ഥാനത്ത് ഒരിക്കലും BJPക്ക് വേരുകൾ ഉണ്ടാവില്ല എന്ന് പറഞ്ഞിടത്താണ് തലസ്ഥാനത്ത് തന്നെ മേയറെ. മാത്രമല്ല വി രാജേഷ് നല്ലൊരു മേയറാണെന്ന് തെളിയിക്കുകയും ചെയ്തു. അട്ടിമറിക്കാനാണ് ശ്രമം. അട്ടിമറിക്കാനാണ്. എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് സ്വാഭാവികമായിട്ടും അറിയാം. ഇതുപോലെയാണ് പന്തളം നഗരസഭയിൽ ഭരണം പിടിച്ചത്. കഴിഞ്ഞ 2020 തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ശബരിമല സമരത്തിൻ്റെ പാത പിന്തുടർന്ന് അവിടെ മൃഗീയ ഭൂരിപക്ഷത്തോടുകൂടി BJP അധികാരം പിടിച്ചു. പക്ഷേ BJP വനിതയാണ് വെച്ചത്. പുരുഷന്മാരുടെ ജനറലായിട്ടുള്ള സീറ്റായിരുന്നു. എന്നിട്ട് വനിത തന്നെ അവരാക്കി. അതും ഒരു ദളിത് വിഭാഗത്തിൽപ്പെട്ട ഒരു വനിതയാണ് ആക്കിയത്. അങ്ങനെ ആ ഭരണം മുന്നോട്ട് പോയ സമയത്ത് അവിടെ തമ്മിൽ അസ്വാരസ്യമായി. സ്ത്രീകളായിരുന്നു കൂടുതൽ. സ്ത്രീകൾ ഇപ്പം നമ്മുടെ അമ്മയുടെ കഥ പറഞ്ഞിട്ട് അമ്മ പോലെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും സ്ത്രീകൾ പറഞ്ഞ അങ്ങോട്ടും ഇങ്ങോട്ടും അടിയായി. അവസാനം എന്ത് ചെയ്തു? പ്രതിപക്ഷത്ത് LDFും UDFും കൂടെ ഒന്നിച്ചു. CPM-ഉം BJPയും കൂടെ കോൺഗ്രസും കൂടെ ഒന്നിച്ച് ഇവർക്കെതിരെ ശക്തമാണ്. എന്തായാലും ഈ 5 കൊല്ലം കൊണ്ട് അവിടെ ആ കൗൺസിലിനൊന്നും ചെയ്യാൻ സാധിച്ചു. മൃഗീയ ഭൂരിപക്ഷം ഉണ്ടായിരുന്ന നഗരസഭയായിട്ട് പോലും അവർക്കൊന്നും ചെയ്യാൻ സാധിച്ചില്ല. അവരുടെ അകത്ത് കുഴപ്പങ്ങൾ മാത്രമല്ല. തിരുവനന്തപുരം നഗരസഭയിൽ വേറെ വിഷയം കൂടെ ഉണ്ട്. ഇപ്പോൾ വി രാജേഷിന് വന്നതിന് ശേഷം
ഈ കഴിഞ്ഞ കാലങ്ങളിൽ CPM ഭരണസമിതി നടത്തിയ ഭീകരമായ ക്രമക്കേടുകൾ ഓരോന്നേരം കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുക. അതെ. അതിന് തടയിടണമെങ്കിൽ പിന്നെ ഇവരെ മാറ്റണം, ഇവരെ ഭരണത്തിൽ നിന്ന് മാറ്റിയാലേ കാര്യം നടക്കും. ആര്യയൊക്കെ അകത്ത് പോവും. അതാണ് കാര്യം. അപ്പോൾ അതിന് മുമ്പേ എങ്ങനെയെങ്കിലും ഇക്കാര്യത്തിലൊരു തീരുമാനമാക്കിയാലേ ഇനി ബൈലക്ഷനൊക്കെ നടന്ന് വരാൻ സമയം എടുക്കുമല്ലോ, അതിനു മുമ്പ് ചെയ്യാനുള്ള ഒരു ശ്രമമായിരിക്കാം എന്നാണ് BJP ആരോപിക്കുന്നത്. എന്താണെങ്കിലും ഇതൊരു ഒരു വലിയ ഒരു പ്രതിസന്ധിയിലേക്ക്, തിരുവനന്തപുരം നഗരസഭയുടെ ഭരണത്തിനെ പോലും പ്രതിസന്ധിയിൽ എത്തിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ അല്ല, ഈ മനസ്സിലാക്കുക. സുഗതൻ ഗുണ്ടയാണെന്നും അയാൾ അറിയപ്പെടുന്ന ഗുണ്ടയാണെന്നും നിരവധി വധശ്രമ കേസിൽ അടക്കം 12ഓളം കേസിൽ പ്രതിയാണെന്നും പോലീസ് പറയുന്നുണ്ട്. ഇത് തന്നെ ഏറ്റുപാടുന്നുണ്ട് കോൺഗ്രസും CPM-ഉം. ഈ BJPയുടെ നിലപാടാണ് ഉറ്റുനോക്കുന്നത്. BJP വളരെ സ്ട്രോങ് ആയിട്ട് തന്നെ രംഗത്തുണ്ട്. എന്തായാലും വധശ്രമ കേസ് ആയതുകൊണ്ട് 2 ആഴ്ച കഴിയുമ്പോഴത്തേക്ക് ജാമ്യം ലഭിക്കാനുള്ള സാധ്യത ഉണ്ടെന്ന് തോന്നുന്നു. എന്താണെങ്കിലും സുഗതൻ 4 പേര് അറിയുന്ന ഒരു ഹീറോയായി മാറി എന്നുള്ളതാണ് ഇതിൻ്റെ ആത്യന്തികമായിട്ടുള്ള ഒരു ഫലം. സുഗുണനെ ഇനിയും ജനങ്ങൾ കൂടുതൽ വിശ്വസിച്ച് സുഗുണന്റെ കഴിവിൽ വിശ്വാസം അർപ്പിച്ച് വീണ്ടും സുഗുണനെ സുഗതനെ ജയിപ്പിക്കട്ടെ എന്ന് മാത്രമാണ് നമുക്ക് പറയാനുള്ളത്. അവസാനം വെളുക്കാൻ തേച്ചത് പാണ്ടായി. രാഷ്ട്രീയ ലക്ഷ്യത്തോടെ ആണെങ്കിൽ എന്താണെങ്കിലും സംഗതിയൊക്കെ നല്ലായിരുന്നു. ഓപ്പറേഷൻ തൂഫാൻ പോലെ തന്നെ ശ്രദ്ധേയമായ ഒരു ഓപ്പറേഷൻ ആയിരുന്നു ഓപ്പറേഷൻ സുഗതൻ. എന്തായാലും അത് നന്നായിട്ട് നടന്നു. ബാക്കി ഇനി എന്തൊക്കെയാണ് വരംവരായികൾ എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണേണ്ടി വരും.